ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജീവിതം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണം. നമ്മളിൽ മിക്കവാറും പേരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ? ചിലപ്പോൾ നമ്മൾ നന്നായി പ്ലാൻ ചെയ്യും, ഓരോ കാര്യങ്ങളും യുക്തിപരമായി വിശകലനം ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ നോക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കും, പുതിയ ശീലങ്ങൾ തുടങ്ങും, പഴയത് മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ കഠിനാധ്വാനങ്ങൾക്കൊന്നും വലിയ ഫലം ഉണ്ടാകില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. എന്തിന് നിങ്ങൾക്ക് ശരിക്കും അർഹതപ്പെട്ടതുപോലും ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് കിട്ടുന്നത്? നിങ്ങളുടെ മനസ്സ് എന്തുമായി യോജിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, ഇതിനൊരു വലിയ അർത്ഥമില്ലേ? നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് എവിടെയാണെന്നറിയാവോ? അത് നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മുടെ ഉപബോധ മനസ്സിലാണ്. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്ന ഒരു എഞ്ചിനുണ്ട്. അതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കഴിവുകൾ എല്ലാം ഈ ഉപബോധ മനസ്സിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, സമ്പത്ത് വേണമെങ്കിൽ, നല്ലൊരു പ്രണയം വേണമെങ്കിൽ, അല്ലെങ്കിൽ മനസമാധാനം വേണമെങ്കിൽ, ഇതെല്ലാം നേടാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ ആഴത്തിലുള്ള ഭാഗത്തെ, അതായത് ഉപബോധ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. എങ്ങനെയാണ് ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു കൂട്ടുകാരനോട് വഴക്കിടുന്നത് പോലെയോ അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്നത് പോലെയോ അല്ല. ഒരു മടിയനായ, എപ്പോഴും എന്തൊക്കെയോ സംശയങ്ങളുള്ള ഒരു കൂട്ടുകാരനെ നിങ്ങൾ എങ്ങനെ സ്നേഹത്തോടെയും ക്ഷമയോടെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുവോ അതുപോലെ വേണം നമ്മുടെ ഉപബോധ മനസ്സിനോട് പെരുമാറാൻ. ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് ഒരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ അത് മായാജാലം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ പരിശ്രമം ചെയ്യേണ്ടി വരില്ല. ആ കഷ്ടപ്പാടുകളും പിരിമുറുക്കങ്ങളുമെല്ലാം പതിയെ ഇല്ലാതാകും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ സംഭാഷണങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം, പ്രതിബന്ധങ്ങളെ എങ്ങനെ എളുപ്പത്തിൽ മറികടക്കാം, അതുപോലെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പൂർണ്ണമായും പറഞ്ഞ് വിശ്വസിപ്പിക്കാം എന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടുന്നത് വളരെ സ്വാഭാവികവും ലളിതവുമായ ഒരു അടുത്ത ഘട്ടമായി മാറും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിതിൽ ഒന്നാമത്തെ ഘട്ടം എന്താണെന്ന് പറയട്ടെ. നിങ്ങളുടെ മനസ്സിപ്പോൾ വിശ്വസിക്കുന്നത് എന്താണ്? അത് ചിലപ്പോൾ ഒരു ഞെട്ടിക്കുന്ന സത്യമാവാം. ഈ ഭാഗം ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ സത്യം പറയാൻ എനിക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ട്. കാരണം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വിഷമം തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താണെന്നോ, നിങ്ങളുടെ മനസ്സ് ഇതിനകം ചില കാര്യങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകില്ല, അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാകാൻ ഭയങ്കര പാടാണ്, എനിക്ക് അത്ര ഭാഗ്യമുള്ള ഒരാളല്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഊഹിച്ചോളൂ, നിങ്ങളുടെ മനസ്സ് അതൊരു സത്യമായി എടുത്തു. അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും അത് വെച്ച് ക്രമീകരിക്കുകയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഒരു വലിയ ലക്ഷ്യം വെച്ചാലും, എല്ലാ ദിവസവും അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടാലും, ഒരുപാട് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചാലും
ചിലപ്പോൾ ഒരു മാറ്റവും കാണാത്തത്? കാരണം ഈ എല്ലാ പരിശ്രമങ്ങൾക്കുമിടയിലും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മറ്റൊരു വിശ്വാസമാണ് ഉള്ളത്. ആ നിശബ്ദമായ പശ്ചാത്തലത്തിലുള്ള കഥയാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ചിന്തകളിൽ 95% ഉപബോധ മനസ്സിൽ നിന്നുള്ളതാണെന്ന്. ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വെറും ആലങ്കാരിക പ്രയോഗമല്ല, ഇത് ശരിയാണ്. ഇതിനർത്ഥം നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലുമെല്ലാം ഭൂരിഭാഗവും ഒരു ഓട്ടോ പൈലറ്റിൽ പ്രവർത്തിക്കുകയാണെന്ന്. അതായത് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡാണെന്ന്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഈ ഓട്ടോ പൈലറ്റിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ്. പുതിയൊരു സത്യം സുരക്ഷിതവും യഥാർത്ഥവും ഇതിനകം സംഭവിച്ചതുമാണെന്ന് നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. പക്ഷെ ഇത് വെറും മനഃശക്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്ത ചില നല്ല വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടോ സംഭവിക്കില്ല. ഇത് സംഭവിക്കുന്നത് വൈകാരികമായ തെളിവുകളിലൂടെയും ആന്തരിക യുക്തിയിലൂടെയും സ്ഥിരതയിലൂടെയുമാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്, നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? നമ്മുടെ മനസ്സ് നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ സാധ്യമായ കാര്യങ്ങളെക്കുറിച്ചും വിശ്വസിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ ലളിതവും പ്രായോഗികവുമായ തന്ത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഉപബോധ മനസ്സിനോട് സംസാരിക്കേണ്ട രഹസ്യ ഭാഷ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് സംസാരിക്കാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഭാഷയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അത് വാക്കുകളിലൂടെയോ വാക്യങ്ങളിലൂടെയോ അല്ല സംസാരിക്കുന്നത്. അത് സംസാരിക്കുന്നത് നമ്മുടെ വികാരങ്ങളിലൂടെയും ആവർത്തനത്തിലൂടെയും വ്യക്തമായ ചിത്രത്തിലൂടെയുമാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങൾ ഒരുപാട് വിജയിച്ച ഒരാളാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. പക്ഷേ നിങ്ങളുടെ മനസ്സിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മറുപടി, അല്ല, നീ വിജയിച്ചവനല്ല, നിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് നോക്കൂ എന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ പറഞ്ഞ ഈ ഒരു നല്ല വാചകം ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ വൈകാരികമായി ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ ശരിയാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പടിയാണ്, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഈ വിശ്വാസത്തിന് ഒരു ശക്തമായ വികാരം നൽകുക എന്നത്. ഞാൻ വിജയിച്ച ഒരാളാണ് എന്ന് വെറുതെ പറയുന്നതിന് പകരം നിങ്ങൾ ഇതിനകം വിജയിച്ച ഒരാളാണെന്ന് സങ്കല്പിച്ച് ആ സംതൃപ്തിയും സന്തോഷവും മനസ്സിൽ അനുഭവിക്കുക. വെറുതെ വാക്കുകളിൽ പറയരുത്, അത് നിങ്ങളുടെ ഉള്ളിൽ ശരീരത്തിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഉപബോധ മനസ്സ് വികാരങ്ങളുമായിട്ട് തർക്കിക്കത്തില്ല, അത് വികാരങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കും. നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ശക്തമായ ഫീല് കൊടുക്കണം. ഞാൻ വിജയിയാണ് എന്ന് വെറുതെ പറയരുത്. ആ വിജയത്തിൻ്റെ സന്തോഷം, ആത്മവിശ്വാസം, അഭിമാനം അവ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഫീല് വരണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നം ഒരു വലിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ടീം നിങ്ങളോട്, സാർ ഈ മാസം നമ്മുടെ പ്രോഫിറ്റ് ഇത്ര ലക്ഷം എന്ന് പറയുന്നു. ആ സന്തോഷം, ആ നിമിഷത്തിൻ്റെ ആ ഒരു ത്രില്ല് നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ആ ഒരു വികാരങ്ങളോട് വാദിക്കില്ല. അത് ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചതങ്ങ് സ്വീകരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു ഓർമ്മയിൽ
ഈ പുതിയ വിശ്വാസത്തെ പൊതിയുക എന്നത്. അതായത് ഒരു വ്യാജ ഓർമ്മ സൃഷ്ടിക്കുക, അതായത് ഒരു ഫേക്കായിട്ടുള്ള ഓർമ്മ സൃഷ്ടിക്കുക. ഇതൊരു സൂത്രവിദ്യയാണ് കേട്ടോ. ഈ പുതിയ വിശ്വാസം ഇതിനകം സത്യമായ ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് കാണുക. നിങ്ങൾ സമ്പന്നനാണെന്ന് നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുതെ ഞാൻ സമ്പന്നനാണ് എന്ന് പറയരുത്. അതിനു പകരം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടയിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് നടന്നു കയറുന്നത് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വില നോക്കാതെ വാങ്ങുന്നത് കാണുക. അവിടുത്തെ ജീവനക്കാർ നിങ്ങളെ വളരെ ബഹുമാനത്തോടെയും പ്രാധാന്യത്തോടെയും കാണുന്നത് ശ്രദ്ധിക്കുക. ആ കടയുടെ സുഗന്ധം നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുക. അവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കുക. ആ രംഗം ശരിക്കും സംഭവിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഓരോ നിമിഷവും ജീവിക്കുക. ഇത് നമ്മുടെ ഉപബോധ മനസ്സിനെ പെട്ടെന്ന് സ്വാധീനിക്കും. അപ്പോൾ എല്ലാവർക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. നിങ്ങളുടെ പുതിയ വിശ്വാസത്തെ ഒരു ഓർമ്മയിൽ പൊതിയുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് നടന്നതുപോലുള്ള ഓർമ്മ. ഞാൻ സമ്പന്നനാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ വെറുതെ ഞാൻ സമ്പന്നനാണ് എന്ന് പറയരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരു സീൻ സൃഷ്ടിക്കുക. അതായത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു. അവിടെ നിങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാച്ചോ അല്ലെങ്കിൽ ഡ്രസ്സോ വാങ്ങുന്നു. ക്യാഷ്യർ നിങ്ങളെ VIP പോലെ ബഹുമാനിക്കുന്നു. സർ നിങ്ങളുടെ ബില്ല് എന്ന് പറയുന്നു. ആ ഒരു മോളിൻ്റെ മണം, അതേപോലെ തന്നെ അവിടുത്തെ AC തണുപ്പ്, ഷോപ്പിംഗ് ബാഗ് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫീല് എല്ലാം വ്യക്തമായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ മനസ്സിന് തോന്നും, ഇത് ശരിക്കും നടന്നതുപോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് സൂക്ഷ്മതയോടെ ആവർത്തിക്കുക. അല്ലാതെ വെറുതെ പറയരുത്. ഇതൊരു മന്ത്രം ഉരുവിടുന്നത് പോലെയോ യാചിക്കുന്നത് പോലെയോ ആവരുത്. ഈ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് ദിവസത്തിൽ പലതവണ കടന്നു വരട്ടെ. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ അറിയാതെ മൂളുന്നത് പോലെ. നിങ്ങൾ നടക്കുമ്പോഴും കുളിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമെല്ലാം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു എതിർപ്പുമില്ലാതെ ആഴ്ന്നിറങ്ങാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു കമ്പ്യൂട്ടർ അല്ല. അതൊരു ചെറിയ കുട്ടിയെ പോലെയാണ്. അത് കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയുമാണ് പഠിക്കുന്നത്. അതിന് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റിയെടുക്കാൻ തുടങ്ങും. എന്തൊരു രസകരമായ കാര്യമാണല്ലേ ഇത്. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവർത്തിക്കുക എന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് പറയാം. അതായത് നിങ്ങളുടെ വിശ്വാസം ആവർത്തിക്കണം. പക്ഷെ അതൊരു മന്ത്രം പോലെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു പാട്ടിൻ്റെ ട്യൂൺ ഓർമ്മ വരുന്നത് പോലെ മതി. അതായത് നിങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ ഇരിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ ഞാനൊരു വിജയിയാണ് എന്ന ചിന്ത മനസ്സിൽ വരട്ടെ. ഇതൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് പോലെയാണ്. 1+1 = 2 എന്നൊരു കുഞ്ഞിനോട് ഒറ്റവട്ടം പറഞ്ഞാൽ പഠിക്കില്ലല്ലോ അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളൊരു പാട്ട് പോലെ അല്ലെങ്കിൽ കളിയിലൂടെ അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് പതിയെ കയറും. നിങ്ങളുടെ ഉപബോധ മനസ്സും അങ്ങനെ തന്നെയാണ്. കഥകൾ, ചിത്രങ്ങൾ, വികാരങ്ങൾ എന്നിവയിലൂടെ പഠിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ബോധ്യപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് 3 സ്റ്റെപ്പാണ് പറഞ്ഞത്. അതായത് 3 ടിപ്സാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ഫീൽ ചെയ്യുക എന്നുള്ളത്, രണ്ടാമത്തേത് ഫേക്കായിട്ടുള്ള ഓർമ്മ സൃഷ്ടിക്കുക എന്നുള്ളത്, മൂന്നാമത്തേത് ആവർത്തിക്കുക എന്നതാണ്. ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ട കാര്യമാണ് പഴയ വിശ്വാസങ്ങളോട് നോ പറയുക എന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇതാരും അധികം സംസാരിക്കാറില്ല. നമ്മൾ പുതിയ നല്ല വിശ്വാസങ്ങളെ പോഷിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പഴയ മോശം വിശ്വാസങ്ങളെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം ചില മാനസിക ശീലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പോലും തിരഞ്ഞെടുക്കാത്ത വിശ്വാസങ്ങൾ,
ഒരുപക്ഷെ അവ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോശം ബന്ധത്തിൽ നിന്നോ വന്നതാകാം. പക്ഷേ ഇപ്പോൾ അവ നിങ്ങളുടെ ജീവിതത്തിലെ കളികൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനൊരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവും. ഉദാഹരണത്തിന്, ഞാൻ അത്ര നല്ലവനല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ 1000 തവണ ഞാൻ നല്ലവനാണ്, ഞാൻ കഴിവുള്ളവനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാലും പഴയ വിശ്വാസത്തെ നിങ്ങൾ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് പരാജയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും നിങ്ങളെ വില കുറച്ച് കാണാൻ മറ്റുള്ളവരെ അനുവദിച്ചും കൊണ്ടിരുന്നാൽ ആ പഴയ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്, നിർത്തുന്നത് എന്നതിലൂടെയാണ് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നത് നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നോ എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. ആദ്യമൊക്കെ അത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയാലും പതിയെ അത് നിങ്ങൾ ശീലമാക്കും. നിങ്ങൾ ദരിദ്രനാണെന്നുള്ള വിശ്വാസം നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പരിമിതികളെ യാഥാർത്ഥ്യങ്ങളായി കാണുന്നത് നിർത്തുക. സംശയങ്ങളെയും പേടികളെയും പട്ടിണിക്കിടുക. അവയെ അവഗണിക്കുക. അവയ്ക്ക് വളരാനുള്ള വൈകാരികമായ ഓക്സിജൻ നൽകാതിരിക്കുക. നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങളോട് നിങ്ങൾ തർക്കിക്കരുത്. അതിനു പകരം അവയെ നിങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഉപേക്ഷിക്കുക. നിങ്ങൾ ഇനി ശ്രദ്ധിക്കാൻ പാടില്ലാത്ത ഒരു ശബ്ദമായി അവയെ കണക്കാക്കുക. പതിയെ പതിയെ ആ പഴയ കഥകൾ മങ്ങിപ്പൊക്കോളും. അവയ്ക്ക് നിങ്ങളുടെ മേലുള്ള ശക്തി ഇല്ലാതാകും. അപ്പോൾ ബാക്കി എന്ത്? നല്ല കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായ ഒരു മനസ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും, ഉറപ്പാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആദ്യം വിശ്വസിക്കുക, പിന്നെ ഫലങ്ങൾ വന്നോളും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണിത്. സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുക, എനിക്ക് നല്ല ഫലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാമെന്ന്. പക്ഷേ അതങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, അപ്പോൾ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. നമ്മളുടെ ഉപബോധ മനസ്സ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എനിക്ക് ആത്മവിശ്വാസമുള്ള ഒരാളാവണം. നിങ്ങളുടെ മനസ്സ് കേൾക്കുന്നത് ഞാനിപ്പോൾ ആത്മവിശ്വാസമുള്ളവനല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. ബാക്കിയുള്ളതെല്ലാം വെറും ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകം ലഭിച്ച നിങ്ങളുടെ ഒരു പതിപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങുക. ആ നിങ്ങൾ എങ്ങനെയായിരിക്കും നിൽക്കുക? എങ്ങനെയായിരിക്കും സംസാരിക്കുക? എങ്ങനെയായിരിക്കും വേണ്ട എന്ന് പറയുക? സമയം എങ്ങനെ ചിലവഴിക്കും? ആ വ്യക്തി ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ ചുറ്റിത്തിരിയോ? ഇല്ല, നിങ്ങളും അങ്ങനെ ചെയ്യരുത്. ആ വ്യക്തി അവരുടെ ശരീരത്തെയും സാമ്പത്തിക കാര്യങ്ങളെയും ചുറ്റുപാടിനെയും ശ്രദ്ധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യാൻ തുടങ്ങുക. ഇത് വെറും ഒരു അങ്ങനെ അഭിനയിക്കുക, പിന്നെ അത് സംഭവിച്ചോളും എന്നൊരു തമാശയായിട്ടല്ല നിങ്ങളത് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനായിട്ട് ഒരു പുതിയ മാനസിക ഭവനം നിർമ്മിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പലർക്കും പേടി ഉണ്ടാകാറുണ്ട്. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണോ എന്നവർ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ഇതിനകം ഒരു ഭ്രമത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ തയ്യാറല്ല, നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ആ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന ഭ്രമത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ ഭ്രമം വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇതിനകം ആ വ്യക്തിയാണെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. യാഥാർത്ഥ്യത്തിന് നിങ്ങളെ പിന്തുടരുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഉറപ്പുള്ള വിശ്വാസം, സ്ഥിരമായ ആവർത്തനം. ഇതാണ് വിജയത്തിൻ്റെ രഹസ്യം.
ഇതാണ് നമുക്ക് വേണ്ട അവസാനത്തെ പ്രധാനപ്പെട്ട പാഠം. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എല്ലാ ദിവസവും ഒരേ കാര്യം ആവർത്തിച്ച് ശബ്ദമുണ്ടാക്കി പറയുന്നതിലൂടെയല്ല. അത് വിശ്വാസത്തോടെയുള്ള ആവർത്തനമാണ്, അല്ലാതെ ബലപ്രയോഗത്തിലൂടെയല്ല. നിങ്ങൾ ഈ പ്രക്രിയയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ദിവസവും സമയം കണ്ടെത്തണം, അതിന് വെള്ളമൊഴിച്ച് വളർത്തണം. അപ്പോൾ ഉപരിതലത്തിന് താഴെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ കഥ പറഞ്ഞു കൊടുക്കുകയും അത് എല്ലാ ദിവസവും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നിരാശയോടെയല്ല, മറിച്ച് ഉറപ്പോടെയും ആത്മവിശ്വാസത്തോടെയും ആവർത്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ വേരുറയ്ക്കും. പിന്നീട് അതൊരു പ്രയാസമായി തോന്നാതെ നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാറും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, നിങ്ങളുടെ ശീലങ്ങൾ മാറും. ആ പുതിയ വിശ്വാസത്തിൻ്റെ ദിശയിലേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് നീങ്ങാൻ തുടങ്ങും. ഇതുകൊണ്ടാണ് സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു ചെറിയ വിശ്വാസം മാസത്തിലൊരിക്കൽ മാത്രം ആവർത്തിക്കുന്ന ഒരു ശക്തമായ വിശ്വാസത്തേക്കാൾ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ വ്യത്യസ്തമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനകം സംഭവിച്ചതുപോലെ ജീവിക്കുക, എല്ലാ ദിവസവും അത് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുമുള്ള ഒന്നും ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ പോലും അതാണ് വിശ്വാസം, അതാണ് ശക്തി. അങ്ങനെയാണ് നിങ്ങളുടെ ആവശ്യമുള്ള എന്ത് നേടിയെടുക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഇതിനകം ഇപ്പോൾ തന്നെ ഉണ്ട്. അത് ഭാവിയിലോ അല്ലെങ്കിൽ ഫാൻറ്റസി ലോകത്തൊന്നുമല്ല, അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട്, സജീവമാക്കാൻ തയ്യാറായി തന്നെ. എന്തെങ്കിലും നേടാൻ നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പാടുകളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഏകാഗ്രതയാണ്. പുതിയ കഥ സുരക്ഷിതവും യാഥാർത്ഥ്യവും ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്നതുമാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യും? വളരെ ലളിതമാണല്ലേ. വികാരങ്ങളുടെയും ചിത്രങ്ങളുടെയും ഭാഷ സംസാരിച്ചുകൊണ്ട്, പഴയ വിശ്വാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, പുതിയ ഐഡന്റിറ്റി സ്വീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ സത്യത്തെ ശാന്തമായ ഉറപ്പോടെ ആവർത്തിച്ചുകൊണ്ട്. നമ്മുടെ മനസ്സ് വളരെ ശക്തമാണ്, പക്ഷെ അത് വളരെ അനുസരണയുള്ളതാണ്. അതുകൊണ്ട് അതിനെ ആര് ഭരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ലോകം അതിനനുസരിച്ച് മാറിക്കോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അയക്കാൻ മടിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.